ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം യെഹെസ്കേൽ പ്രവചനം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യം. കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. ഒരു പിതാവിൻ്റെ നിസ്സഹായതയിൽ തുണയാകുന്ന ബലമേകുന്ന ഒരു സാന്നിധ്യമായാണ് ക്രിസ്തുവിനെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവിൻ്റെ മറുരൂപമലയുടെ അനുഭവം കഴിഞ്ഞ് പത്രോസ് അവനോട്, ഗുരു, കുടിലുകൾ പണിത് നമുക്കിവിടെ തന്നെ തുടരാമെന്ന് പറയുമ്പോൾ ആ മലയുടെ താഴ്വാരവും അവിടുത്തെ മനുഷ്യരുടെ കലുഷിതമായ സാഹചര്യങ്ങളും ബോധ്യപ്പെടുത്തുവാനായിട്ട് യേശു അവരെ താഴ്വാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്നു. കർത്താവെ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു എന്ന് പറയുന്നു. ഈ സംഭവത്തിൽ നിന്നും വെളിവാകുന്ന 2 സത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, താഴ്വാരങ്ങളിലേക്ക് സഞ്ചരിക്കുക. മലമുകൾ എന്നത് ചിലപ്പോഴൊക്കെ സംരക്ഷണം ലഭിക്കുന്ന ഇടങ്ങളാണ്. മാത്രമല്ല, മലമുകൾ ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഇടങ്ങളും കൂടിയാണ്. അതിനാൽ തങ്ങൾ മലമുകളിൽ തുടരേണ്ടവരല്ലെന്നും ക്രിസ്തുവിനോട് ചേർന്ന് താഴ്വാരങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും അവിടെ നിന്ന് ഉയരുന്ന നിലവിളികൾക്ക് കാതോർക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ശിഷ്യ സമൂഹം എന്ന് യേശു കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ മലയിൽ നിന്നും ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവരവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഇടങ്ങളിലും മാത്രം തുടരുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ ക്രിസ്തു പറയുന്നത് താഴ്വാരങ്ങളിലേക്ക് സഞ്ചരിക്കുവാനാണ്. ഇതിലൂടെ വേദനിക്കുന്ന ഹൃദയങ്ങളെ തൊട്ടറിയണം എന്ന വലിയ സത്യം ശിഷ്യന്മാർ മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട്, വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുക. ജീവിതയാത്ര വിശ്വാസത്തോടു കൂടിയത് ആയിരിക്കണം. അപസ്മാരം എന്ന വാക്കിന് സെലന്യാസെസ്ത എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. ചന്ദ്രനാൽ അടിക്കപ്പെട്ടവൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ചന്ദ്രൻ്റെ സ്ഥലവിന്യാസത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലെ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതെന്ന് അന്നത്തെ കാലത്ത് കരുതപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ആ പിതാവ് ഇപ്രകാരം പറയുന്നത്, അസുഖം വന്നിട്ട് തൻ്റെ മകൻ പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലാകുന്നുവെന്ന്. എന്നാൽ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, അവർക്ക് എൻ്റെ മകനെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ആ പിതാവ് പറയുന്നു. എന്നാൽ ഇവിടെ ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ട്, എന്നാൽ അത് ആഴത്തിലുള്ളതല്ല. ചന്ദ്രരോഗിയായ ബാലൻ്റെ പിതാവിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥന അത് അദ്ദേഹത്തിന് യേശുവിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രാർത്ഥനയും വിശ്വാസവും ഒന്നിച്ചു ചേരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് വിശ്വാസം? ദൈവവുമായിട്ടുള്ള മനുഷ്യബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ദൈവ പൈതലായിരിക്കുവാൻ സാധ്യമല്ല. ഈ വിശ്വാസം ജീവിതത്തിലൂടെ, പ്രവൃത്തികളിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാനും ഉള്ളതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നാൽ തൻ്റെ മകൻ്റെ രോഗത്തിന് ഉറപ്പായും വിടുതൽ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ആ പിതാവിന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ പിതാവിനുള്ള വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ, മലമുകളിലെ നമ്മുടെ സുരക്ഷിതത്വത്തിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ വേദനയിൽ കൈത്താങ്ങാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ പിതാവിനെ പോലെ ആഴമായ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിസ്സഹായരായവരെ ചേർത്ത് നിർത്തുവാൻ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.